അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഭക്തസംഗമങ്ങൾക്ക് ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികൾക്ക് ശേഷം ഒരു ഉത്തമ മാർഗദർശിയായിരുന്നു അനുസ്മരണ ചടങ്ങിൽ ശ്രീ വിഷ്ണുപാദം പൂകിയ സ്വാമിജിയുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾക്കായി ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് മിഷൻ ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി സ്വാമികളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം ആരംഭിക്കുകയാണ്. സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ
സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, ഗുരുജനങ്ങളെ, ഗുരുസ്വാമിമാരെ, അയ്യപ്പ മുരുക ഭക്തരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ പാദകമലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാതാരവിന്ദങ്ങളിലും മുരുക സങ്കല്പം കൊണ്ട്, ഈശ്വരീയമായ സങ്കല്പം കൊണ്ട് ധന്യമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്തുതിയിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. ഇത് പല കാരണങ്ങൾ കൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു വേദിയാണ്. ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികളുടെ ദേഹവിയോഗം, അതിൻ്റെ അനുസ്മരണത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന അനന്തപുരിയിലെ ജനത, അവർ ഗുരുത്വം കൊണ്ടും ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടുമെല്ലാം മുന്നിലെ ശ്രേണിയിലാണ് എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഒരു പ്രത്യേകത. 2, സ്വാമിജിയുടെ ആ ദേഹവിയോഗത്തെ തുടർന്ന് ഇന്നലെ ആശ്രമത്തിൽ നടന്ന യോഗത്തിൽ, സന്യാസിവര്യന്മാരുടെ പൊതുയോഗത്തിൽ എളിയവനായ എന്നെ ആശ്രമത്തിൻ്റെ ശ്രീരാമദാസ് മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷനായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ അതും ഒരു ഈശ്വര നിയോഗമാകാം, ഗുരുവിൻ്റെ സങ്കല്പമാകാം. ഒരുപക്ഷെ അല്ല, തീർച്ചയായും അതങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ആശ്രമത്തിന് പുറത്തു വന്ന് പങ്കെടുക്കുന്ന ആദ്യ യോഗം, അതിനുശേഷം കൊളുത്തുന്ന ആദ്യ ദീപം, അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തിയായ ഈ യുഗത്തിൻ്റെ തന്നെ കാരണഭൂതനായിരിക്കുന്ന, നമ്മെ എത്രയോ മുന്നിലേക്ക് നയിക്കേണ്ടുന്ന ആ ശ്രീ മുരുകന്റെ പേരിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് അത് രണ്ടാമത്തെ സവിശേഷതയാണ്. ഈ യോഗത്തിന് കടന്നു വരണം ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികൾ സമ്മതിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണവും ഇതിനോടൊപ്പം വച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സംബന്ധിക്കുന്നതിന് വളരെയധികം സന്തോഷമേ ഉണ്ടാകും. അതെൻ്റെ കർത്തവ്യമാണ്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ വിഭാവന ചെയ്ത ഹൈന്ദവരുടെ ഏകീകരണത്തിനും വളർച്ചയ്ക്കും വികാസത്തിനും കെട്ടുറപ്പിനും വരാനിരിക്കുന്ന ആയിരത്താണ്ടുകൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പദ്ധതികൾക്കും ഒക്കെ അതിൻ്റെയൊക്കെ സാക്ഷാത്കാരത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം സ്വാമിജി തന്നെ നമ്മുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് പോയത്. എന്തുകൊണ്ടോ അത് ഉദ്ദേശിച്ച വേഗതയിൽ പുരോഗമിച്ചില്ല എന്നുള്ള ഒരു കുറവ് മാത്രമല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ആ മഹാഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം 18 വർഷങ്ങൾ കടന്നുപോയി. ഒരുപക്ഷെ ഈ 18 വർഷങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു വളർച്ച ഉണ്ടാകാത്തതും ഒരു നേതൃത്വം നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ലഭിക്കാത്തതും ഒക്കെ അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ എത്ര പേർക്കത് മനസ്സിലാകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ സമൂഹത്തിൽ, നമ്മുടെ നാടിൽ സംഭവിക്കാനിരുന്ന ദുരിതങ്ങളെയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെയും ആദിവ്യാധികളെയും ഒക്കെ പരിഹരിക്കുവാൻ സ്വാമിജി സങ്കല്പിച്ച് നടത്തിയ ശതകോടി അർച്ചന, അതിനെ തുടർന്ന് നടത്തിയ സഹസ്രകോടി അർച്ചനയും ഒക്കെ തന്നെ
ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. സ്വാമിജി പറയുകയായിരുന്നു, സഹസ്രകോടി അർച്ചനയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് സ്വാമിജി തിരുവടികൾ പ്രഖ്യാപിച്ചു, ഞാൻ ഇവിടെ ഈ ചെയ്യുന്ന കർമ്മം മുകളിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മമാണ് എന്നാണ്. ഇതൊരു പൊതുവേദി അല്ലാത്തത് കൊണ്ടാണ് ആ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ് എടുക്കാം. ഒരു 10 മിനിറ്റ് ഗോപാൽജി, 10 മിനിറ്റ്സ്. മുകളിലിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ദേവന്മാരെയും ദേവേന്ദ്രനെയും ഒക്കെ ഉദ്ദേശിച്ചാണ് സ്വാമിജി അത് പറഞ്ഞത്. അവർക്ക് ഇഷ്ടമല്ലാത്ത കർമ്മമാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ സഹസ്രകോടി എന്ന് പറയുന്ന മഹായജ്ഞം എന്തുകൊണ്ട് ദേവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല? ഈശ്വരീയമായ ഒരു കർമ്മമല്ലേ എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി ഒരു സംശയം ഉണ്ടാക്കും. പക്ഷെ സ്വാമിജി സങ്കല്പിച്ചത് ഈ ഭൂമിയിൽ, ഈ നാടിൽ നടക്കാനിരിക്കുന്ന, പ്രകൃതി നിയമമനുസരിച്ച് നടക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ് സ്വാമിജി വെച്ചത്. അത് മഹാഗുരുക്കന്മാർക്ക് നമ്മോടുള്ള കാരുണ്യത്തിന്റെ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത്. അതിനെ തടയുവാൻ നിയമമില്ല, അതിനെ തടയുവാൻ മനുഷ്യനായി ജനിച്ച് ആർക്കും കഴിയില്ല. പക്ഷേ സ്വാമിജിയെ പോലുള്ള മഹാത്മാക്കൾക്ക് അത് കഴിയും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അതിൻ്റെ അനന്തരഫലം, അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം അല്ലെങ്കിൽ ദുരിതം സ്വയം ഏറ്റുവാങ്ങേണ്ടി വരും. യാഗശാലയിൽ യാഗം നടത്തുന്നതിന് പകരം സ്വാമിജി ചെയ്തത് എന്താണ്? സ്വന്തം ശരീരത്തെ യാഗശാലയാക്കിക്കൊണ്ട് അവിടെയാണ് യാഗം ചെയ്തത്. ഒന്നുകിൽ ഈ സഹസ്രകോടി പൂർണ്ണമാകും, സഹസ്രകോടി തീരും, അല്ലെങ്കിൽ ഇത് തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യാഗം കഴിഞ്ഞാൽ യാഗശാല കത്തിക്കണം. യാഗശാല ഭൗതികമായ തലത്തിൽ ഒരു പന്തലാകുമ്പോൾ അത് കത്തിച്ചിട്ടാണ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. പക്ഷെ യാഗശാല സ്വന്തം ശരീരം തന്നെയാക്കി ആ മഹാസങ്കല്പം കൊണ്ട്, വിരാട് ഭാവന കൊണ്ട് സൂക്ഷ്മ ലോകത്തുള്ള ആൾക്കാരെ, ദേവന്മാരെയും യക്ഷന്മാരെയും കിന്നരന്മാരെയും ആ രീതിയിൽ നാഗന്മാരെയും ഒക്കെ സൂക്ഷ്മ ലോകത്തുള്ളവരെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് സ്വന്തം ശരീരത്തിൽ ആ സങ്കല്പത്തിൽ അത് നിർവഹിച്ചിട്ട് ആ ശരീരം തന്നെ ആ യാഗശാലയെ കത്തിക്കുകയാണ് സ്വാമി ചെയ്തത്. പ്രപഞ്ചത്തിൽ സംഭവിക്കേണ്ടതെല്ലാം തന്നെ സ്വാമിജിയുടെ ശരീരത്തിൽ സംഭവിച്ചു. ഇവിടെ സംഭവിക്കേണ്ടുന്ന സുനാമി സ്വാമിജിയുടെ ശരീരത്തിലേക്ക് സ്വാമി ഏറ്റുവാങ്ങി. ഇവിടെ നടക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു യോഗിയെ സംബന്ധിച്ച് സ്വാമിജിയുടെ നിന്ന് കഴിഞ്ഞ 30 കൊല്ലത്തെ, സ്വാമിജിയോടൊപ്പം ജീവിച്ച 30 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, സ്വാമിജിക്ക് തടയാൻ കഴിയാത്തതായി, ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സ്വാമിജിയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ നാടിൽ ജീവിച്ച ചട്ടമ്പി സ്വാമികളായാലും ശരി, നാരായണ ഗുരുദേവനായാലും ശരി, ആ രീതിയിലുള്ള മഹാത്മാക്കൾക്ക് അവരൊക്കെ ദേവനും ദേവേന്ദ്രനും ഒക്കെ എത്രയോ എത്രയോ മേലെയാണ്. സ്വാമിജിയുടെ ഗുരുനാഥനെ സമീപിച്ച് ഭക്തന്മാർ ചോദിച്ചൊരിക്കൽ, അങ്ങയെ ഞങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? അത് ഞങ്ങൾക്ക് പറഞ്ഞുവിടോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഭക്തജനങ്ങളുടെ ഒരു അറിവിന് വേണ്ടി അത് പറയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ദേവനെന്ന് വിളിച്ചോട്ടെ എന്ന് നാട്ടുകാർ ചോദിച്ചു. ഞങ്ങൾക്ക് ദേവനാവാൻ വയ്യടോ എന്നാണ് പറഞ്ഞത്. കാരണം അത് എത്രയോ താഴെ വന്നാൽ മാത്രമേ ദേവന്റെ പദവിയിൽ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ ആ നിലയിലെത്തിയ ഗുരുക്കന്മാർ ദേവനെയും ദേവേന്ദ്രനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ജനതയോടുള്ള കാരുണ്യം കൊണ്ട് നിർവഹിച്ച ആ മഹായജ്ഞത്തിന് കൊടുക്കേണ്ടി വന്ന വില ആ ശരീരമാണ്. ആ ഗുരുവിൻ്റെ സങ്കല്പം നമ്മുടെയൊക്കെ പ്രാരബ്ധങ്ങളെ ഏറ്റുവാങ്ങി ആ ശരീരത്തെ യാഗശാലയാക്കി ആ സങ്കല്പം നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ദേഹം സ്വാമിജി ഉപേക്ഷിച്ചത്. ഇല്ലാത്തൊന്നും ഉണ്ടായിരുന്നില്ല. കിഡ്നിക്ക്, ലിവറിന്, ഹാർട്ടിന് എന്ന് വേണ്ട ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിനൊക്കെ പ്രശ്നമായി. ഒരു നിമിഷം മതി അദ്ദേഹത്തിന് അത് മാറ്റിവെക്കാൻ. പക്ഷെ അനുഭവിച്ചു തീർക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീരും. ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ആനന്ദത്തിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒട്ടും വ്യതിചലിച്ചില്ല. അപ്പൊ ആ രീതിയിൽ ഏറ്റെടുത്ത ആ ഒരു സാക്രിഫൈസ്, ആ ഒരു ത്യാഗം, സ്വാമിജി പറഞ്ഞു, ദേവേന്ദ്രന് മുകളിലിരിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെ ഉണ്ടാകും. ഞാൻ വിളക്ക് കൊളുത്തുന്ന സമയത്ത് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകും, ഇടിയും മിന്നലും ഉണ്ടാകും, പന്തലുകൾ, യാഗശാലയിൽ പന്തലുകൾ പലതും മൂട്ടിൽ പോകും. ഇതെല്ലാം അവിടെ സംഭവിച്ചു. എന്നാലും ഞാൻ നിശ്ചയിച്ച സമയത്ത് ദീപം കൊളുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലെ ചെയ്യുകയും എൻ്റെ സഹസ്രകോടി ഞാൻ പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ വളരെ രഹസ്യമായ വേദികളിൽ പറയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിന് വട്ടാണ്, ഈ സ്വാമിക്ക് വട്ടാണ് എന്ന് ചിന്തിക്കാൻ തക്ക രീതിയിൽ
എന്താ ലോജിക്ക് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനീ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു മഹാഗുരുവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ആഗോളതലത്തിലുള്ള ഹിന്ദുവിൻ്റെ ഉയർച്ചയും വളർച്ചയും ശക്തിയുമാണ്. നമ്മളൊന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനുള്ള ഒരു സംവിധാന ക്രമമാണ്. അതിനുവേണ്ടി വേൾഡ് പാർലമെന്റ് ഓഫ് ഹിന്ദുസ് തുടങ്ങിയ താഴെ പഞ്ചായത്ത് തലം വരെ എത്തുന്ന സംഘടനാ നീതിയാണ് സ്വാമിജി നമുക്ക് കാണിച്ചു തന്നത്. മറ്റു മതസ്ഥരിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സംസ്കാരത്തിന്, ഇത് മതമല്ലല്ലോ, നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്, ഈ സമൂഹത്തിന് എന്ത് കുറവാണുള്ളത്, സംഘടിക്കുവാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല, ശക്തമാകാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയുന്നില്ല എന്ന് സ്വാമി വളരെ പരസ്യമായി ഉത്തരക്കണ്ടത്തുനിന്നല്ല ആയിരക്കണക്കിന് വേദികളിൽ പറഞ്ഞു. നമുക്കുള്ള കുറവെന്താണ് എന്ന്. മറ്റ് മതങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ സിസ്റ്റം ഉണ്ട്, ഒരു ത്രികോണ സംവിധാനം. ത്രികോണ സംവിധാനത്തിന്റെ ആ സംവിധാന ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദെയർ റിലീജിയൻ. അവരുടെ മതമാണ് അവരുടെ ആ ട്രയാങ്കിളിന്റെ ബേസ്. മതത്തെ ആസ്പദമാക്കി അതിനെ നിലനിർത്തിക്കൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിലനിൽക്കുന്ന ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ അവർക്കുണ്ട്. നമുക്കതില്ല. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സനാതന ധർമ്മത്തെ, നമ്മുടെ വൈദികമായ സംസ്കാരത്തെ നിലനിർത്തി ജനതകളെ അതിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ആവശ്യമായ ഒരു എക്കണോമിക് സിസ്റ്റം, ഒരു സമ്പദ് വ്യവസ്ഥ നമുക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറവാണ്. അത് ഭാരതത്തിനകത്തോ ആഗോളതലത്തിലോ നമുക്കില്ല, മറ്റുള്ളവർക്ക് അതുണ്ട്. ഇനി ഒന്ന് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ബേസ്, ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ റിലീജിയനാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റമാണ്. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ്. നമുക്കറിയാം സെമിറ്റിക് റിലീജിയൻ, അത് അതിൻ്റെ അധീനതയിലുള്ള രാജ്യങ്ങൾ, ഭരണത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ മതത്തെ പുഷ്ടിപ്പെടുത്തുന്ന സമ്പദ് വ്യവസ്ഥയും മതത്തെ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുമാണുള്ളത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹിന്ദുവിനെ വളർത്തുന്നതല്ല, ഹിന്ദുവിനെ തളർത്തുന്നതാണ്. ഇവിടെ ഏത് പാർട്ടി ഭരിച്ചാലും, കാരണം ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരിക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ കുഴപ്പം. ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടും ന്യൂനപക്ഷം വരുന്ന സമൂഹങ്ങൾക്ക് ഇവിടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന, വിട്ടുകൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളെ സമയപരിധിയില്ലാതെ നീട്ടിക്കൊണ്ടുപോയി യാതൊരു തരത്തിലും ബാലൻസ് ചെയ്യാത്ത ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തളരുന്നതും തകരുന്നതും നശിക്കുന്നതും ഹൈന്ദവ സമൂഹമാണ്. മറ്റുള്ളവരൊക്കെ വളരുമ്പോൾ, അവരുടെ ജനസംഖ്യ കൊണ്ട് വളരുമ്പോൾ, അവരുടെ സമ്പദ്ഘടന കൊണ്ട് വളരുമ്പോൾ, അവരുടെ പർച്ചേസിംഗ് പവർ കൊണ്ട് വളരുമ്പോൾ, അവരുടെ ഐക്യം കൊണ്ട് വളരുമ്പോൾ നമുക്ക് അത് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഓരോ വ്യക്തിയെയും, അവരുടെ ഭവനം, കുടുംബങ്ങളെയും, സമൂഹത്തെയും, ജാതിയെയും ഒക്കെ ബാധിക്കുന്നു. അതിനൊന്നും ജാതിയല്ല. ഇവിടെ ജാതിക്ക് അതീതമായി, പാർട്ടിക്ക് അതീതമായി ഹൈന്ദവരെ ഉയരുവിൻ എന്ന് പ്രഖ്യാപിച്ച സ്വാമിജിയുടെ സങ്കല്പം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ച ഗുരുക്കന്മാരുടെ സങ്കല്പം, വസുധൈവ കുടുംബകം, ലോകമൊരു കുടുംബമാണ് എന്ന് പ്രഖ്യാപിച്ച ആ ഋഷീശ്വരന്മാരുടെ സങ്കല്പം, ഇതിനൊന്നും പുല്ലുവില കൽപ്പിക്കാത്ത ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ടായി വന്നത്, അത് അടിമുടി മാറ്റിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അത് ആരോടാണ് പറയാൻ, എവിടെ നിന്നാണ് പറയാൻ? അതിനുള്ളൊരു വേദി ഉണ്ടാകണമെങ്കിൽ ആഗോളതലത്തിൽ ഹിന്ദുക്കൾക്കൊരു സംഘടന ഉണ്ടാകണം. അത് മതാധിഷ്ഠിതമായ, അതായത് സംസ്കാരത്തിൽ അധിഷ്ഠിതമായ സംഘടന, അതിനെ വളർത്തുവാനും നിലനിർത്തുവാനും കഴിയുന്ന ഒരു എക്കണോമിക് സിസ്റ്റം, ഒരു ബാങ്കിങ് സംവിധാനം, അതിനെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു സംഘടനാ നീതി, അതാണ് പൊളിറ്റിക്സ്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കുലർ സിസ്റ്റത്തോടു കൂടിയ വേൾഡ് പാർലമെന്റ് എന്ന് പറയുന്ന, വേൾഡ് പാർലമെന്റ് ഓഫ് ഹിന്ദുസ് എന്ന് പറയുന്ന ഏറ്റവും ഒരു വലിയൊരു അപ്പെക്സ് ബോഡി, അത് ഭാരതത്തിന്റെ കാര്യം മാത്രമല്ല, ഹിന്ദു എവിടെയുണ്ടോ അവിടുത്തെയുള്ള എല്ലാ ഹിന്ദുക്കളെയും സംരക്ഷിക്കുവാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക ശക്തിയും സംഘടിത ബലവുമുള്ള ഒരു സംവിധാനക്രമം. ഞാൻ ചുരുക്കി പറയാണ്, നീട്ടിക്കൊണ്ടുപോകേണ്ട വേദിയല്ല. അപ്പം അവിടെ നിന്നുകൊണ്ട് നമ്മൾ താഴേക്ക് വന്ന് നാഷണൽ പാർലമെന്റ് ഓഫ് ഹിന്ദുസ്, സ്റ്റേറ്റ് പാർലമെന്റ് ഓഫ് ഹിന്ദുസ്, അതിന് പഞ്ചായത്ത് തലം വരെ എത്തുകയും മൈക്രോ എക്കോണമി അതിൽ വന്നെത്തി നിന്നുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വന്നാൽ രോഗിക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവർ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിനാവശ്യമായ ഒരു ചികിത്സ നിർണ്ണയിക്കുന്നത് പോലെ ഇന്നത്തെ ഹിന്ദുവിൻ ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എല്ലാ മേഖലകളിലും
അത് മനസ്സിലാക്കി ഒരു ഡേറ്റ സർവേ നടത്തി അങ്ങനെ ഒരു ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കി അതിനെ ആസ്പദമാക്കി ഒരു ചികിത്സ നിർണ്ണയിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാന ക്രമം വിഭാവനം ചെയ്ത സ്വാമിജിയുടെ ആ സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടെ നിന്നാൽ, ഭഗവാൻ ശ്രീ മുരുകന്റെയും അയ്യപ്പന്റെയും അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം സങ്കല്പിക്കുമ്പോൾ തന്നെ കർമ്മം നടന്നു കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ് അർജുനനോട്? ഞാൻ എങ്ങനെയാണ് ഗുരുക്കന്മാരെ കൊല്ലുന്നത്, ഞാൻ എങ്ങനെയാണ് ബന്ധുക്കളെ മിത്രങ്ങളെയും കൊല്ലുന്നത്? എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അല്ലെങ്കിലും കഴിയില്ല, നിനക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല, നീ കൊല്ലുകയുമില്ല, ഞാൻ എല്ലാവരെയും കൊന്നു നിർത്തിയിരിക്കുക. സങ്കല്പം കൊണ്ട് എല്ലാവരെയും വധിച്ചിരിക്കുന്നു. നീ ചെയ്യേണ്ടത് അസ്ത്രം അയക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ ഗുരു എല്ലാം ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ആ അസ്ത്രത്തിന്റെ സ്ഥാനത്ത് അല്ലേ അമ്പും വില്ലുമായി അല്ലെങ്കിൽ ഉപകരണങ്ങളായി മാത്രം നിന്നാൽ മതി. അപ്പൊ ആ രീതിയിൽ ഒരുമിച്ച് വന്നാൽ നമുക്കിവിടെ ജാതിയുടെയും ഇന്ന് കേരളത്തിൽ കാണുന്ന അതൊക്കെ നമുക്ക് വേറൊരു വേദിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും സമഗ്രമായി പരിഹാരം കാണുവാൻ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് സ്വാമിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങി നടന്നു വന്നതാണ്. നമുക്കറിയാം, അതിന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഐക്യതയോടുകൂടി നമുക്ക് പാർട്ടി മറന്ന് ജാതി മറന്ന് എല്ലാ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകാത്ത നിലയിൽ സമന്വയിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ഗുരുത്വം നമുക്കുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ കാഴ്ചവെക്കുവാൻ ഗോപാൽജിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിച്ച ഈ ഒരു വലിയ കാര്യത്തിന് ഇത് ഭാരതമാകെ ഇത് മുരുകയുഗമാണ് എന്നുള്ളതാണ് സങ്കല്പം. തീർച്ചയായും ഞാനും പൂർണ്ണമായി അത് വിശ്വസിക്കുന്നു. എന്തായാലും ആ അനുഗ്രഹം അനുസ്യൂതം നമ്മോടൊപ്പം ഉണ്ട്. അതിന് ഇവിടെ കൂടിയ എല്ലാ ആളുകളുടെയും പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഫലിപ്പിക്കുവാനുള്ള പ്രവർത്തനം, ത്യാഗോജ്വലമായ പ്രവർത്തനം, സേവനം ഇത് നമുക്കുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്കൊരു പക്ഷേ വലിയ കേടുപാടുകളും തട്ടുമുട്ടുകളും ഒന്നും ഇല്ലാതെ കുറെ കാലം മുമ്പോട്ട് പോകാൻ പറ്റും. എനിക്ക് മക്കളൊന്നുമില്ല, നിനക്കറിയാം. സന്യാസിമാർക്ക് അതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിലും അവരൊക്കെ കളഞ്ഞിട്ട് വന്നവരാണ്. പക്ഷെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളുടെ മക്കളും അനുഭവിക്കും. അത് നമുക്ക് മുകളിലിരുന്ന് ഒരു പക്ഷേ കണ്ട് കരയേണ്ടി വരും. അതില്ലാതിരിക്കുവാൻ പാർട്ടി മറന്നുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനും ഈ വഴിയിൽ വന്നേ പറ്റൂ, കോൺഗ്രസ്സുകാരനും ഈ വഴിയിൽ വന്നേ പറ്റൂ. എല്ലാവരും ഇവിടെ വന്നേ പറ്റൂ. ഇല്ലാത്തിടത്തോളം ഈ കേരളം പാകിസ്ഥാനാകും. ബംഗ്ലാദേശിലെ നമ്മുടെ ഹിന്ദുക്കൾ കരയുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു കരയുന്ന ഒരു കാഴ്ച നമ്മളും കാണേണ്ടി വരും. ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദുവിന്റെ മക്കൾ കരയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുവിനും പാകിസ്ഥാന്റെ ഹിന്ദുവിനും കടന്നു വരാൻ ഭാരതമുണ്ട്. പക്ഷേ ഭാരതത്തിലെ കരയുന്ന ഹിന്ദുവിന് കടന്നു പോകാൻ ഈ ലോകത്ത് ഒരു രാജ്യവുമില്ല. ഇത് ആലോചിച്ചാൽ നന്ന്. ഗുരുക്കന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഇവിടെ വിളിച്ചതിനും രണ്ട് വാക്കുകൾ പറയുവാൻ ഉള്ള അവസരം തന്നതിനും ആ ഗുരുത്വത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. ഇവിടെ കൂടിയ എല്ലാ കുടുംബങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിലും ശ്രീ മുരുകന്റെ പാദങ്ങളിലും അർപ്പിച്ചുകൊണ്ട് യശശരീരനായ, അതാണല്ലോ നമ്മുടെ പ്രധാന കാര്യം, 1979 ആശ്രമത്തിൽ അദ്ദേഹം എത്തുകയാണ്. ആ ഒരു കാര്യം കൂടെ രണ്ട് വാക്കിൽ പറഞ്ഞിട്ട് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ യാത്രാമധ്യേ വയനാട്ടിലുള്ള തിരുനെല്ലി എന്ന് പറയുന്ന ക്ഷേത്രം സന്ദർശിക്കുകയാണ്. തിരുനെല്ലി എന്ന് പറയുന്ന ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ അവിടെ സ്വാമിജിയുടെ ഒപ്പം അന്ന് ശ്രീരാമദാസ് മിഷന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ജനേട്ടൻ, അന്ന് എല്ലാവർക്കും ഇവിടെ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാമോ, അദ്ദേഹം ശ്രീരാമദാസ് മിഷന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹവും കൂടെയുണ്ട്. അപ്പം അവിടെ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഇരുന്നുകൊണ്ട് ഭാഗവതം വായിക്കുകയാണ്. അവിടെ സ്വാമിജിയും ഇദ്ദേഹവും കൂടെ ചെന്നപ്പോൾ ആ ഭാഗവതപാരായണം നിർത്തി സ്വാമിജിയുടെ അടുത്തേക്ക് വന്നു, നമസ്കരിച്ചു. അപ്പൊ ജനേട്ടൻ ചോദിച്ചു, ആരാണ്, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്ത്രിയാണ്. ഒരു 10-15 വയസ്സിൽ തന്നെ തന്ത്രമൊക്കെ അഭ്യസിച്ച് പ്രതിഷ്ഠാകർമ്മങ്ങൾ വരെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അവസാനം വൈരാഗ്യം വന്ന്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വാശിയൊന്നുമല്ല കേട്ടോ, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത,
ഈ ലോകത്തിൻ്റെ ആ ഒരു അതിലൊന്നും ഒരു ആസ്വാദനം കണ്ടെത്താൻ ഉള്ള യാതൊരു താല്പര്യവുമില്ലാത്ത രീതിയിൽ ഈശ്വരൻ്റെ മാർഗം, മുക്തിമാർഗം, മോക്ഷമാർഗം സ്വീകരിക്കുവാനുള്ള മുമുക്ഷത്വത്തോടുകൂടി അങ്ങനെ വീട് വിട്ട് ഇറങ്ങി തിരുനെല്ലിയിലിരുന്ന് ഭാഗവതം വായിക്കുന്ന സമയത്താണ് സ്വാമിജി കാണുന്നത്. അപ്പോൾ ജനേട്ടൻ വിളിച്ചു, വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ആശ്രമത്തിലേക്ക്? പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഒന്ന് വീട്ടിൽ പോയിട്ട് ഞാനങ്ങ് എത്തിക്കോളാം എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്, കുന്നംകുളത്തിനടുത്താണ്. അവിടെ പോയിട്ട് അങ്ങനെ ആശ്രമത്തിൽ വരികയും ചെയ്തു. അങ്ങനെ അന്ന് തൊട്ട് അവിടെ അദ്ദേഹം അവിടുത്തെ എല്ലാവിധത്തിലുമുള്ള സേവന പ്രവർത്തനങ്ങളിൽ വളരെയധികം സമർപ്പണ ബുദ്ധിയോടുകൂടി ഗുരുഭക്തിയോടുകൂടി നടത്തിക്കൊണ്ട് വരികയായിരുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളുടെ എല്ലാം തന്ത്രിസ്ഥാനം അദ്ദേഹത്തിനാണ്. അങ്ങനെ സ്വാമിജിയുടെ സമാധിയെ തുടർന്നാണ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും ചേർന്ന് അധ്യക്ഷനായി നിയമിച്ചത്, നിശ്ചയിച്ചത്. നമ്മുടെ ഭരണഘടനയനുസരിച്ച് 3 വർഷം അധ്യക്ഷനായിട്ട് ഇരുന്നാൽ മതി, അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അവരെയൊക്കെ മാറ്റാം. പക്ഷെ അവിടെ ആരെയും മാറ്റിയിട്ടില്ല ഈ 18 കൊല്ലമായിട്ട്. അങ്ങനെ ഒരു ഗുരുവിൻ്റെ ഇച്ഛയനുസരിച്ച് ജീവിക്കുകയും ജീവിതം സമൂഹത്തിനും നമ്മുടെ ഹൈന്ദവ സംഘടനകൾക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സ്വാമിജിയുടെ ആ ധാരയിൽ ആ പാത പിന്തുടർന്നുകൊണ്ട്, ആ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് വന്ന് നമ്മെ ഭൗതികമായി വിട്ടുപിരിഞ്ഞ ആ സന്യാസി ശ്രേഷ്ഠന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കാം, ആദരാഞ്ജലികൾ അർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ ഗുരുപാദങ്ങളിൽ വിഷ്ണുപദം പോകിക്കഴിഞ്ഞു. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടമുണ്ട് ഇല്ലേ? ഗുരുക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ ആ പുണ്യം കിട്ടുവാനുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും ആ സങ്കല്പത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥനകൾ നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സീതാറാം. സദ്ഗുരുഭ്യോ നമഃ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, സമാദരണീയനായ അധ്യക്ഷൻ ശ്രീ ചെങ്കൽ രാജശേഖരൻ അവർകൾ, സംപൂജ്യരായ ആചാര്യവര്യന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അയ്യപ്പ ഗുരുജനങ്ങളെ, ഗുരുക്കന്മാരെ, ഗുരുസ്വാമിമാരാണല്ലോ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഒട്ടും പ്രാധാന്യം കുറവില്ലാത്ത എൻ്റെ ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ഗുരുജനങ്ങളെ, എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിച്ചു കൊള്ളട്ടെ. ഒരു പ്രഭാഷണം കഴിഞ്ഞതാണ്. എന്നെ വീണ്ടും ക്ഷണിക്കും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് മറ്റൊരു സങ്കല്പത്തിൽ നടന്നതായതുകൊണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സൂചന അങ്ങനെ ലഭിച്ചിരുന്നില്ല ഉദ്ഘാടകനാണ് എന്നുള്ളത്. എനിക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, തിരക്കുകൾ, പലരും അതിഥികൾ വരുന്നുണ്ട്, കാണാൻ ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിയും. വളരെ ചുരുക്കി ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളാം എന്ന് ഉറപ്പു തരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഞാൻ ചുമതലയേറ്റ ശേഷം ആദ്യമായി വന്നൊരു ദീപം തെളിക്കുന്നത് ഭഗവാൻ
മുരുകന്റെ സങ്കല്പത്തിലാണ്. ദേവസേനാധിപതിയായ മുരുകന്റെ സങ്കല്പത്തിലാണ് എന്നുള്ളതിന് കൂടുതൽ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ഒരു ദേവസേനാധിപതിയിലൂടെ മാത്രമേ, ആ നേതൃത്വത്തിൽ മാത്രമേ ഇന്ന് നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് അതിന് കാരണം. ഇവിടെ സ്വാമിക്ക് സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മതേജസ് മാത്രം പോരാ, ക്ഷാത്രവീര്യവും ഉണ്ടാകണം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ഭുവാനീതരും മധുർമമ. യോഗേശ്വരനായ കൃഷ്ണൻ മാത്രമുണ്ടായാൽ പോരാ, ധനുർധരനായ പാർത്ഥനുമുണ്ടാകണം. ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ സങ്കല്പത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കിവിടെ രണ്ടും ആ സ്കന്ധനിൽ കാണാം, ആ സുബ്രഹ്മണ്യസ്വാമിയിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ യുഗത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രാധാന്യവും ഇത് മുരുക യുഗമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണവും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലുള്ള മുരുക ഭഗവാന്റെ അനുഗ്രഹം കൂടി എനിക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ വേദി ആദ്യമായി എനിക്ക് ലഭിച്ചത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായും വിശ്വസിക്കുന്നു. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം, ബ്രഹ്മജയ തേജസ്സും ക്ഷാത്രവീര്യവും ഒരുമിച്ചു ചേർന്ന ഒരു യോഗീശ്വരനായിരുന്നു. അനേകായിരം വർഷങ്ങളിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാസംഭവമാണ് അത്, അത്തരത്തിലുള്ള അവതാരം. അങ്ങനെയുള്ള ഒരു മഹാഗുരുവിന്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രസ്ഥാനങ്ങളുടെ അനന്തരഗാമികളാണ്, ആ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ എന്നുള്ളത് തീർച്ചയായും നമുക്ക് വിജയിക്കുന്നതിന് മതിയായ കാരണമാണ് എന്നുകൂടി ഞാൻ കരുതുന്നു. അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ത്യാഗപൂർണമായ സമർപ്പണം കൊണ്ടും മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയൂ. അതിനുള്ള പരിശ്രമമാണ് നമുക്കിവിടെ നടത്തേണ്ടത്. അതിനുള്ള മഹത്തായ ഒരു വേദിയാണ് സാക്ഷാൽ ശ്രീ മുരുകന്റെ പേരിൽ ഇവിടെ രൂപം കൊണ്ടുവരുന്നത്. അതിന് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന്, മുരുകനിൽ നിന്ന്, അതുപോലെ ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശക്തി ഏറ്റുവാങ്ങുന്നതിനുള്ള സാമർഥ്യം, അതിനുള്ള എലിജിബിലിറ്റി, യോഗ്യത നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ജപവും പ്രാർത്ഥനയും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നതിനുള്ള നമ്മുടെ സാധനയും അതിന് പ്രയോജനപ്പെടും. അതുകൂടി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട്, ആ മനസ്സിൽ ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് നമുക്കിവിടെ നിന്ന് പ്രതിജ്ഞയെടുക്കാം. ഇതിനെ ഒരു മഹാപ്രസ്ഥാനമാക്കി വളർത്തുകയും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഗുരുജനങ്ങൾ വിഭാവന ചെയ്ത ആ ഒരു തലത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തമ്മിലടിച്ച് കലഹിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി ഐക്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, ത്യാഗത്തോടുകൂടി നമുക്ക് മുന്നേറാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുള്ള വേദിയാണിത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അറിയുമെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സന്നദ്ധനാണ് എന്നുകൂടിയുള്ള ഉറപ്പ് ഗുരുനാഥന്റെ പേരിൽ നൽകിക്കൊണ്ട്, കാരണം ഗുരുനാഥൻ കടന്നു വന്ന വഴി അതാണ്, അത് ശ്രമിച്ച പാത അതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് വീണ്ടും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രീ സ്കന്ദഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, സമസ്ത ഗുരുക്കന്മാരുടെയും പാതാരബന്ധങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, നമുക്കതിനുള്ള ശക്തിയും ചൈതന്യവും ലഭിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ വാക്കുകൾ ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഇതിനുശേഷം എന്നെ ഇവിടെ നിന്ന് അതെ ഉദ്ഘാടനം തന്നെയാണ് സമർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതിനുശേഷം എനിക്ക് ഉടനെ തന്നെ പോകുന്നതിനുള്ള അനുവാദം കൂടി നിങ്ങൾ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മഹാസങ്കല്പത്തിന്റെ, ഇന്നത്തെ ഈ വേദിയുടെ, ഈ സമാഗമത്തിന്റെ, ഈ സത്സംഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം.